ഉണ്ടായിരുന്നു. ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മാസം മുമ്പ്, ഐ മീൻ മരിക്കുന്നതിന് ഒരു 5 മാസം മുമ്പ് ചേലാട് പോയി. ഷൈലയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ വെച്ചാണ് മരണപ്പെട്ടത്. 27/2024 മരിച്ചു. പിന്നെ അടുത്തുള്ള മരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ആദ്യം മുതൽ നമ്മുടെ അമ്പിളിനാറിൻ്റെ ഭാഗമല്ലെങ്കിലും അമ്പിളിനാറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സേതു മാധവനെയും സരളെ അറിയാത്ത ആരും ഉണ്ടാവില്ല. അതുപോലെ അവരുടെ മകനായി സേതു 2023 മരണപ്പെട്ടു. സേതുവിനെ ഞാൻ ആദ്യം കാണുന്നത് എനിക്കൊന്ന് 1981 അന്ന് എൻ്റെ പിതാവ് അവിടെ സ്ഥലം വാങ്ങിക്കാൻ വന്നപ്പോഴും അതിനുശേഷമാണ് ഞാൻ പോയത്. ആദ്യം കാണുന്നത് സേതുവിനെയാണ്. എന്നാലും വളരെ ഊർജ്ജസ്വനായിട്ട് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്ത് പണിയും ചെയ്യുമായിരുന്നു. അങ്ങനെ 6 പേരാണ് അടുത്തയിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ അമ്പിളിനാർ തുടങ്ങിയതാണെന്ന് അറിയാം. ഇയേഴ്സ് ബാക്ക്. അന്ന് മുതൽ പല മഹാരഥന്മാരും ഈ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ടിങ് ഫ്രം ക്യാപ്റ്റൻ TPA പിഷാരടി 1991 അദ്ദേഹം മരണപ്പെട്ടു. 38 ശ്രീലയത്തിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മകൾ ശോഭ ഇവിടെയുണ്ട്. പിന്നുള്ളത് US വാര്യർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഭദ്ര വാര്യറിൻ്റെ ഹസ്ബൻഡ് 1992 മരണപ്പെട്ടു. പിന്നെ മറ്റേ വിജയ് ജോൺ എല്ലാവർക്കും അറിയാം. വിജയ് ജോണിൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഇവിടെ ദീർഘകാലം ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരു ടീച്ചിങ് പ്രൊഫഷനിലായിരുന്നു. ജോൺ സാറ് ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് അന്നാമ ജോൺ ടീച്ചറുമായിരുന്നു. 97 2001 അവർ നമ്മളോട് വിട പറഞ്ഞു. പിന്നെ എല്ലാവർക്കും സുഹൃതനായിരുന്ന ഇവിടുത്തെ അമ്പിളിനാറിന് തുടക്കം മുതൽ നമ്മളെല്ലാം ലീഡ് ചെയ്ത കമാൻഡർ പ്രഭാകരൻ, രഘുവിൻ്റെ പിതാവ്. അദ്ദേഹം നല്ലൊരു ഓർഗനൈസറായിരുന്നു. തുടക്കത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ് കുറേയൊക്കെ നല്ല രീതിയിൽ ഒക്കെ കൊണ്ടു നടക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിനുള്ള ഓർമ്മ ഇവിടെ പുതുക്കുകയാണ്. പിന്നെ രഘുവിൻ്റെ ബ്രദർ രാജു he met with an accident and he has gone early from us. Next is Captain SK വാര്യർ. വെസ്റ്റേൺ നേവിയിലായിരുന്നു. സാഗര എന്നുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇപ്പോൾ ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്, മക്കളുടെ കൂടെയാണ്. ഞാൻ മകനെ വിളിച്ചിരുന്നു, മധുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ മധു വരുന്നില്ല, വേറെ വട്ടാഞ്ചേരിയിൽ ഒരു പ്രോഗ്രാമിലാണ്, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ലിസ്റ്റ് വരുമ്പോൾ എഞ്ചിനീയർ ജോർജ് ഫിലിപ്പ്, മൈ ഓൺ ഫാദർ, ഇവിടുത്തെ ഫോണ്ടർ പ്രൊമോട്ടറായിരുന്നു.